everyone, welcome to Franklin's Lectures. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കെമിസ്ട്രി ഫോർ ഫിസിക്കൽ സയൻസിന്റെ മൊഡ്യൂൾ ഫസ്റ്റിലെ ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ സീരീസ് ആണ്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ആർ ലൂബ്രിക്കൻസ്? ലൂബ്രിക്കൻസ് എന്താണ്? അതുപോലെ ഡിസ്കസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ലൂബ്രിക്കൻസ് വിത്ത് എക്സാമ്പിൾ. അപ്പോൾ ഓരോ എന്തൊക്കെയാണ് നമ്മുടെ ലൂബ്രിക്കൻസിനെ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അത് പറയാൻ. ഓക്കെ, നോക്കാം. ലൂബ്രിക്കൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനി സബ്സ്റ്റൻസ് ഇൻട്രൊഡ്യൂസ്ഡ് ബിറ്റ്വീൻ ടു റിലേറ്റീവ്ലി മൂവിംഗ് സർഫസ് ഫോർ റെഡ്യൂസിങ് ഫ്രിക്ഷൻ ആൻഡ് വിയർ. അതായത് രണ്ട് സബ്സ്റ്റൻസ് ഇങ്ങനെ മൂവ് ചെയ്യാണെന്ന് വിചാരിക്കും. ഇതിലൂടെ ആ മൂവ് ചെയ്യുന്ന സമയത്ത് ഇവർക്കിടയിലുള്ള ഫ്രിക്ഷനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ആര്? ലൂബ്രിക്കൻസ്. അതൊരു ഈസി മൂവ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആര്? ലൂബ്രിക്കൻസ്. ഇറ്റ് ഈസ് ദ substance which is introduced between two relatively moving substance for reducing friction and wear. ഫ്രിക്ഷനും വിയർ ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ട് സബ്സ്റ്റൻസിന്റെ മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ലൂബ്രിക്കൻസ്. അപ്പൊ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്നാണ് സോളിഡ് ലൂബ്രിക്കൻസ്, പിന്നെ സെമി സോളിഡ് ലൂബ്രിക്കൻസ്, പിന്നെ ലിക്വിഡ് ലൂബ്രിക്കൻസ്. അങ്ങനെ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സോളിഡ് ലൂബ്രിക്കൻസ്, സെമി സോളിഡ് ലൂബ്രിക്കൻസ് ആൻഡ് ലിക്വിഡ് ലൂബ്രിക്കൻസ്. നമുക്ക് ഓരോന്ന് നോക്കാം. എന്താണ് സോളിഡ് ലൂബ്രിക്കൻസ്? അപ്പോൾ സോളിഡ് ലൂബ്രിക്കൻസിലെ ഏറ്റവും വലിയ എക്സാമ്പിൾസ് ആണ് എന്ത്? ഗ്രാഫൈറ്റും മോളിബ്ഡിനം ഡൈസൾഫൈഡും. അപ്പൊ ഇത് രണ്ടുമാണ് നമ്മുടെ സോളിഡ് ലൂബ്രിക്കൻസിന് എക്സാമ്പിൾ. ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എന്ത്? സോളിഡ് ലൂബ്രിക്കൻസ്. ഇതെന്താണ്? ദേ ക്യാൻ ബി യൂസ്ഡ് ഇൻ ഡ്രൈ പൗഡർ ഓർ മിക്സ്ഡ് വിത്ത് വാട്ടർ ഓർ ഓയിൽ. നമുക്ക് എന്താ പറ്റും? ഇത് ഡ്രൈ പൗഡർ ഫോമിലും യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വാട്ടറിനെ അല്ലെങ്കിൽ ഓയിലിനെ മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സോളിഡ് ലൂബ്രിക്കൻസിനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ മെയിൻ ആയിട്ടുള്ള സോളിഡ് ലൂബ്രിക്കൻസ് എന്തൊക്കെയാണ്? ഗ്രാഫൈറ്റ്, അതുപോലെ തന്നെ മോളിബ്ഡിനം ഡൈസൾഫൈഡ്. സോളിഡ് fill up the low spot in the surface of moving parts and form solid films which have low frictional resistance. അതായത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ സോളിഡ് ലൂബ്രിക്കൻസ് ഉണ്ടല്ലോ, അത് നമ്മുടെ സർഫസിലുള്ള ചെറിയ ചെറിയ പോഴ്സ് ഉണ്ടാവും. അത് ആ പോഴ്സ് കാരണം എന്ത് വരുന്നത്? ഫ്രിക്ഷൻ വരുന്നത്. അതിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി അവിടെ ഒക്കെ പോയിരുന്നിട്ട് അവിടെ സോളിഡ് ഫിലിം ഫോം ചെയ്തിട്ട് അതിലൂടെ എന്ത് ചെയ്യും? നമ്മുടെ ലിക്വിഡ്സിനെ, ലൂബ്രിക്കന്റ് ഓയിൽസിന്റെ മൂവ്മെന്റിനെ എന്ത് ചെയ്യും? നമ്മുടെ ഓരോ ടു സബ്സ്റ്റൻസിന്റെ മൂവ്മെന്റിനെ ഈസി ആക്കും. അതാണ് ഇവർ ചെയ്യുന്നത്. എന്താണ്? സർഫസിലുള്ള കുഞ്ഞ കുഞ്ഞ പോഴ്സിലൊക്കെ ഈ സോളിഡ് ലൂബ്രിക്കൻസ് പോയി അക്യുമുലേറ്റ് ചെയ്ത് ഒരു സോളിഡ് ഫിലിം ഫോം ചെയ്യും. ആ സോളിഡ് ഫിലിം വഴി എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ എന്താണോ പോവേണ്ട സാധനം, അത് കോമ്പോണൻസ്, എന്ത് കോമ്പോണൻസിനാണോ പോവേണ്ടത്, ആ സർഫസ് എന്ത് ചെയ്യും? ലൂബ്രിക്കൻ ഫ്രീ ആക്കി കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിന്റെ ഫംഗ്ഷൻ. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. They are used in heavy machineries working at very high loads and slow speed. അപ്പൊ ഹെവി മെഷീനറീസിലാണ് എന്ത് യൂസ് ചെയ്യുന്നത്? സോളിഡ് ലൂബ്രിക്കൻസ്. അപ്പൊ സോളിഡ് ലൂബ്രിക്കൻസിന്റെ എക്സാമ്പിൾ ആണ് എന്ത്? ഗ്രാഫൈറ്റ്, മോളിബ്ഡിനം ഡൈസൾഫൈഡ്. They are used in dry powder or mixed with water or oil. ഈ രണ്ട് ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ്. അതിന്റെ എക്സാമ്പിൾ ആണ് ഗ്രാഫൈറ്റ് ആൻഡ് മോളിബ്ഡിനം ഡൈസൾഫൈഡ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. എന്താണ് സെമി സോളിഡ് ലൂബ്രിക്കൻസ് ഓർ ഗ്രീസ്? സെമി സോളിഡ് ലൂബ്രിക്കൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഗ്രീസ്, അതേപോലെ തന്നെ വാസ്ലിനും ഗ്രീസും ആണ് എന്തിന് ഇമ്പോർട്ടന്റ്? സെമി സോളിഡ് ലൂബ്രിക്കൻസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങൾ. These find application which are liquid lubricants cannot be used as they float. അതായത് ലിക്വിഡ് ലൂബ്രിക്കൻസിനെ ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സെമി സോളിഡ് ലൂബ്രിക്കൻസ് ആയിട്ടുള്ള ഗ്രീസിനെ, അതുപോലെ വാസ്ലിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. They are mostly used in ball bearings. ബോൾ ബിയറിംഗ്സിലാണ് ഇവരെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഗ്രീസ് നമ്മൾ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെമി സോളിഡ് ലൂബ്രിക്കന്റ് ആണ്. ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് എ പെട്രോളിയം പ്രോഡക്റ്റ് ആൻഡ് സോപ്പ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഗ്രീസ് എന്ന് പറയുന്നത് ഒരു സെമി സോളിഡ് ലൂബ്രിക്കൻസ് ആണ്, വിച്ച് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് പെട്രോളിയം പ്രൊഡക്റ്റ് ആൻഡ് എ സോപ്പ്. സോപ്പിന്റെയും പെട്രോളിയം പ്രൊഡക്റ്റിന്റെയും കോമ്പിനേഷൻ ആണ് എന്ത്? ഗ്രീസ്. അതിന് എക്സാമ്പിൾ ആണ് കാൽഷ്യം സോപ്പ് ഗ്രീസ്, ലിഥിയം സോപ്പ് ഗ്രീസ് ആൻഡ് സോഡിയം സോപ്പ് ഗ്രീസ്. ഇതൊക്കെ എന്താണ്? നമ്മുടെ സെമി സോളിഡ് ലൂബ്രിക്കന്റ് ആയിട്ടുള്ള ഗ്രീസിന്റെ എക്സാമ്പിൾ ആണ്. അതെന്താണ്? ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് പെട്രോളിയം ആൻഡ് സോപ്പ്. ഒരു പെട്രോളിയം പ്രൊഡക്റ്റിന്റെയും സോപ്പിന്റെയും എന്താണ്? കോമ്പിനേഷൻ ആണ് നമ്മുടെ ഗ്രീസ്. ഇതാണ് സെമി സോളിഡ് ലൂബ്രിക്കന്റ്. ഇനി അടുത്ത് നോക്കാം ലിക്വിഡ് ലൂബ്രിക്കന്റ്. ലിക്വിഡ് ലൂബ്രിക്കന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ഇന്റേണൽ കമ്പഷൻ എൻജിൻസിന്റെ ഇന്റേണൽ കമ്പഷൻ തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ലിക്വിഡ് ലൂബ്രിക്കൻസ്. അപ്പാർട്ട് ഫ്രം ഫ്രിക്ഷൻ ആൻഡ് വിയർ ദേ പ്രിവെന്റ് ഗ്യാസ് ലീക്കേജ് ബിറ്റ്വീൻ പിസ്റ്റൺ ആൻഡ് സിലിണ്ടർ. അതായത് ഫ്രിക്ഷനും വിയർ ആൻഡ് ടിയർ ഒക്കെ നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ സാധാരണ ലൂബ്രിക്കൻസ് യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ ലിക്വിഡ് ലൂബ്രിക്കൻസിനുള്ള വേറൊരു
പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ദേ പ്രിവെന്റ് ഗ്യാസ് ലീക്കേജ് ബിറ്റ്വീൻ പിസ്റ്റൺ ആൻഡ് സിലിണ്ടർ. ഇതാണ് നമ്മുടെ സിലിണ്ടർ എന്ന് വിചാരിച്ചു. ഇതിനെ നമ്മൾ അടക്കുന്നത് എന്ത് വെച്ചിട്ടാണ്, ഒരു പിസ്റ്റൺ വെച്ചിട്ട് ഹൈ പ്രഷറിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഗ്യാസ് സിലിണ്ടറിനെ അടക്കുക. അപ്പൊ എന്ത് ചെയ്യും, ഇറ്റ് വിൽ പ്രിവെന്റ് ദ ഗ്യാസ് ലീക്കേജ്. അത് നമ്മൾ കംപ്രസ് ചെയ്യുന്ന സമയത്തുള്ള ഗ്യാസ് ലീക്കേജിന് എന്ത് ചെയ്യും, നമ്മുടെ ലിക്വിഡ് ലൂബ്രിക്കൻസ് പ്രിവെന്റ് ചെയ്യും. ഓക്കെ, ദീസ് ആർ ഫ്ലൂയിഡ് ലൂബ്രിക്കൻസ് എക്സലന്റ് ഫോർ ഹൈ സ്പീഡ് ഹൈ ടെമ്പറേച്ചർ ആപ്ലിക്കേഷൻ. ഹൈ സ്പീഡ് ഹൈ ടെമ്പറേച്ചർ ആപ്ലിക്കേഷൻസിലൊക്കെ നമ്മൾ എന്താ യൂസ് ചെയ്യാം, ലിക്വിഡ് ലൂബ്രിക്കൻസ്. അതേപോലെ തന്നെ പ്രൊവൈഡിങ് ഗുഡ് കൂളിംഗ് ആൻഡ് കവറേജ്. ഒരു ഗുഡ് കൂളിംഗ് കവറേജ് എന്ത് കൊടുക്കും, ലിക്വിഡ് ലൂബ്രിക്കൻസ് അതിന് കൊടുക്കും. പിന്നെ അതിന്റെ എക്സാമ്പിൾസ് ആണ് വെജിറ്റബിൾ ഓയിൽസ് ആൻഡ് അനിമൽ ഓയിൽ, മിനറൽ ഓയിൽ ആൻഡ് സിന്തറ്റിക് ഓയിൽ. ഈ ഓയിൽസ് ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, ലിക്വിഡ് ലൂബ്രിക്കൻസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇത് എന്തിലാണ് യൂസ് ചെയ്യുക, ഇന്റേണൽ കമ്പഷൻ എൻജിൻസിലാണ് സാധാരണയായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ലിക്വിഡ് ലൂബ്രിക്കൻസ് യൂസ് ചെയ്യാം. അപ്പൊ ഇതാണ് ലൂബ്രിക്കൻസിന് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്, സോളിഡ് ലൂബ്രിക്കൻസ്, സെമി സോളിഡ് ലൂബ്രിക്കൻസ് ആൻഡ് ലിക്വിഡ് ലൂബ്രിക്കൻസ്. അതുപോലെ ഓരോന്നിന്റെ എക്സാമ്പിൾ. സോളിഡ് ലൂബ്രിക്കൻസിന്റെ എക്സാമ്പിൾ ആണ് എന്ത്, ഗ്രാഫൈറ്റ് അല്ലെങ്കിൽ മോളിബ്ഡിനം ഡൈസൾഫൈഡ്. ലിക്വിഡ് ലൂബ്രിക്കൻസിനാണ് എക്സാമ്പിൾ ആണെങ്കിലോ എന്താണ്, ലിക്വിഡ് ലൂബ്രിക്കൻസിന് അനിമൽ ഓയിൽ, മിനറൽ ഓയിൽ, സിന്തറ്റിക് ഓയിൽ ഒക്കെ. സെമി സോളിഡ് ലൂബ്രിക്കൻസിന്റെ എക്സാമ്പിൾ ആണ് ഗ്രീസ് ആൻഡ് വാസ്ലിൻ പോലെയുള്ള സംഭവങ്ങൾ. അപ്പൊ ഇതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ ലൂബ്രിക്കൻസ് എന്താണെന്നും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ഗ്രാഫീൻ? ഗിവ് എനി 2 മെത്തേഡ്സ് ടു സിന്തസൈസ് ഗ്രാഫീൻ. ഗ്രാഫീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആൻ അലോട്രോപ്പ് ഓഫ് കാർബൺ. കാർബണിന്റെ ഒരു അലോട്രോപ്പ് ആണ്. അലോട്രോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർബണിന്റെ ഒരു ഫോം ആണ് എന്ത്, കാർബൺ ഒരുപാട് കാർബൺസിനെ വെച്ചിട്ട് കാർബൺ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഷേപ്പ് ആണ് എന്ത്, ഗ്രാഫീൻ. ഗ്രാഫീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൻ allotrope of carbon, consists of monolayer of carbon atoms arranged in 2-dimensional honeycomb lattice. എന്താണ്, നമുക്കറിയാം ഇതൊരു ഹണികോം ലാറ്റിസ് ഫോമിൽ അല്ലെങ്കിൽ ഒരു ഹെക്സഗണൽ ഷേപ്പ് ആണ് ഇതിനുള്ളത്. നമുക്ക് അറിയാം ഇതെന്താണ്, ഹെക്സഗണൽ ഷേപ്പ് ആണ് നമ്മുടെ എന്തിനുള്ളത്, ഗ്രാഫീന് ഉള്ളത്. ഒരു ഹണികോം ഷേപ്പ് ആണ് ഗ്രാഫീൻ ഉള്ളത്. ഓക്കെ, ഈ ഗ്രാഫീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ആൻ അലോട്രോപ്പ് ഓഫ് കാർബൺ. Okay, it is considered as the lightest, thinnest and strongest material that can conduct heat and electricity. ഹീറ്റും ഇലക്ട്രിസിറ്റിയും കണ്ടക്ട് ചെയ്യാനുള്ള ലൈറ്റസ്റ്റ്, തിന്നസ്റ്റ് ആൻഡ് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ആര്, ഗ്രാഫീൻ. ഗ്രാഫീൻ എന്താണ്, തിന്നാണ്, ലൈറ്റ് ആണ്, അതുപോലെ തന്നെ ഇറ്റ്സ് വെരി സ്ട്രോങ്. ഓക്കെ, അപ്പൊ ഗ്രാഫീൻ ആണ് അത്. ഗ്രാഫീന്റെ ഷേപ്പ് എന്താണ്, ഇറ്റ് ഈസ് ഹെക്സഗണൽ ഷേപ്പ് ഓർ ഹണികോംബ് ഷേപ്പ്. അല്ലെങ്കിൽ എന്താണ്, ഒരു ഹണികോംബ് ഷേപ്പിലാണ് ആര് വരുന്നത്, നമ്മളെ ഗ്രാഫീൻ വരുന്നത്. ഹെക്സഗണൽ ഷേപ്പ് ആണ് ഉള്ളത്. ഓക്കെ, ഇതെന്താണ്, ഒരു 2-dimensional ഹണികോം ഷേപ്പ് ആണ് വരുന്നത്. നെക്സ്റ്റ് എന്താണ്, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഇതിൽ, ഗിവ് എനി 2 മെത്തേഡ് ടു സിന്തസൈസ് ഗ്രാഫീൻ. ഗ്രാഫീന്റെ സിന്തസിസിനുള്ള 2 മെത്തേഡ്സ് നോക്കാം. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് 2 മെത്തേഡ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെക്കാനിക്കൽ എക്സ്ഫോലിയേഷൻ മെത്തേഡും കെമിക്കൽ വേപ്പർ ഡിപ്പോസിഷനും. മെക്കാനിക്കൽ എക്സ്ഫോലിയേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കാർബണിന്റെ ഒരു അലോട്രോപ്പനാണ്. ആ എന്താ ഗ്രാഫൈറ്റിന്റെ എന്താണ് ലെയേഴ്സിനെ ഇങ്ങനെ പീൽ ചെയ്തിട്ട് കിട്ടുന്നതാണ് എന്ത്, ഗ്രാഫീൻ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രാഫീനെ സിന്തസൈസ് ചെയ്യാൻ പറ്റും. അതായത് ഗ്രാഫൈറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, അഡ്ഹസീവ് സ്റ്റെപ്പ്, അത് ചെറിയൊരു പ്രഷർ കൊടുത്ത് അതിന്റെ എന്താണ് പീൽ ഓഫ് ചെയ്യുമ്പോൾ അതിന്റെ ആ പീല് എന്താണ്, ഗ്രാഫൈറ്റ് ആണ്. അത്രയും തിന്നാണ് നമ്മളെ ഗ്രാഫീന്. ഗ്രാഫൈറ്റിന്റെ പീൽ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഗ്രാഫീൻ. ആ പീലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത്രയും ശ്രദ്ധിച്ച് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഗ്രാഫീനെ കിട്ടും. ഇതാണ് ഇതിന് പറയുന്ന മെത്തേഡാണ് സ്കോച്ച് ടേപ്പ് മെത്തേഡ്. എന്താണ്, സ്കോച്ച് ടേപ്പ് മെത്തേഡ് എന്ന് പറയും. എന്തിന്, മെക്കാനിക്കൽ എക്സ്ഫോലിയേഷൻ മെത്തേഡ്. മെക്കാനിക്കൽ എക്സ്ഫോലിയേഷൻ മെത്തേഡ് എന്ന് പറയുന്നതാണ് സ്കോച്ച് ടേപ്പ് മെത്തേഡ്. അതിൽ പെട്ടൊരു മെത്തേഡാണ് സ്കോച്ച് ടേപ്പ് മെത്തേഡ്. എന്താണ്, എൻകംപോസസ് ദ റിപ്പീറ്റഡ് പീലിംഗ് ഓഫ് ലെയേഴ്സ് ഓഫ് ഗ്രാഫൈറ്റ് യൂസിങ് അഡ്ഹസീവ് സ്റ്റെപ്പ്. ചെറിയൊരു പ്രഷർ കൊടുത്തിട്ട് എന്താ ഗ്രാഫൈറ്റിന്റെ പീൽ ചെയ്യാം. അതിന്റെ പീൽ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഗ്രാഫീനെ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ആണ് കെമിക്കൽ വേപ്പർ ഡിപ്പോസിഷൻ. എന്താണ് കെമിക്കൽ വേപ്പർ ഡിപ്പോസിഷൻ? ഇൻവോൾവ്സ് ഡിപ്പോസിഷൻ ഓഫ് കാർബൺ ആറ്റം ഓൺ ടു എ സബ്സ്ട്രേറ്റ് ലൈക്ക് കോപ്പർ ഇൻ ദ പ്രസൻസ് ഓഫ് കാർബൺ കണ്ടെയ്നിങ് പ്രിക്കേഴ്സസ് സച്ച് ആസ് മീഥെയ്ൻ. മീഥെയിന്റെ ഒക്കെ പ്രസൻസിൽ എന്ത് ചെയ്യാണ് നമ്മൾ കോപ്പർ പോലെയുള്ള സബ്സ്റ്റൻസിന്റെ എന്താണ് സർഫസിൽ എന്ത് ചെയ്യാണ്, കാർബണെ ഡെപ്പോസിറ്റ് ചെയ്ത് ലാസ്റ്റ് എന്തായി മാറാണ്, ഗ്രാഫീൻ ആയിട്ട് മാറാണ്. ഓക്കെ, എന്ത് ചെയ്യാണ്, കോപ്പർ പോലുള്ളതിന്റെ എന്താണ് സർഫസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, കാർബൺ ഡെപ്പോസിറ്റ് ചെയ്യാണ്. എപ്പോഴും ഇൻ ദ പ്രസൻസ് ഓഫ് കാർബൺ കണ്ടെയ്നിങ് പ്രിക്കേഴ്സസ് സച്ച് ആസ് മീഥെയിൻ. മീഥെയിൻ പോലുള്ള കാർബൺ കണ്ടെയ്നിങ് സബ്സ്റ്റൻസിന്റെ പ്രസൻസിൽ എന്ത് ചെയ്യാണ്,
കോപ്പറിന്റെ സർഫസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, കാർബണെ ഡെപ്പോസിറ്റ് ചെയ്ത് ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടും, ഗ്രാഫീൻ കിട്ടും. ഇതാണ് കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ മെത്തേഡ് ഫോർ ദ സിന്തസിസ് ഓഫ് ഗ്രാഫീൻ. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്താണ്, മെക്കാനിക്കൽ എക്സ്ഫോലിയേഷൻ മെത്തേഡ്. അതിൽപ്പെട്ട ഒരു മെത്തേഡാണ് സ്കോച്ച് ടേപ്പ് മെത്തേഡ്. അതെങ്ങനെ, പീൽ ഓഫ് ചെയ്തിട്ട്, ഗ്രാഫൈറ്റിനെ പീൽ ഓഫ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, ഗ്രാഫീൻ കിട്ടും. ഓക്കെ, ഇതാണ് രണ്ട് മെത്തേഡ്, മെക്കാനിക്കൽ എക്സ്ഫോലിയേഷൻ മെത്തേഡും കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ. അതായത് കോപ്പർ പോലുള്ള സബ്സ്റ്റൻസിന്റെ എന്താ ചെയ്യുക, കാർബണെ ഡെപ്പോസിറ്റ് ചെയ്യാണ് ഇൻ ദ പ്രസൻസ് ഓഫ് കാർബൺ കണ്ടെയ്നിങ് മീഥേൻ. മീഥേൻ പോലുള്ള കാർബൺ കണ്ടെയ്നിങ് സബ്സ്റ്റൻസിന്റെ പ്രസൻസിൽ കോപ്പർ പോലുള്ള സാധനത്തിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, കാർബണിനെ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് ഒരു മെത്തേഡ്. അപ്പൊ രണ്ട് മെത്തേഡ് പഠിച്ചല്ലോ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ കണ്ടക്ടിങ് പോളിമേഴ്സ്? എന്താണ് കണ്ടക്ടിങ് പോളിമേഴ്സ്? ഡിസ്കസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് കണ്ടക്ടിങ് പോളിമേഴ്സ് ആൻഡ് പ്രൊവൈഡ് വൺ എക്സാമ്പിൾ ഫ്രം ഈച്ച് കാറ്റഗറി. ഓക്കെ, എന്തൊക്കെയാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് കണ്ടക്ടിങ് പോളിമേഴ്സ്, അതുപോലെ ഓരോന്നിനും ഓരോ എക്സാമ്പിൾസ് ആണ് ചോദിച്ചിട്ടുള്ളത്. കണ്ടക്ടിങ് പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, സിമ്പിൾ ആണ്. എ പോളിമർ വിച്ച് ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഒരു ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ കഴിവുള്ള പോളിമറിനെ നമ്മൾ എന്ത് പറയാ, കണ്ടക്ടിങ് പോളിമർ. എ പോളിമർ വിച്ച് ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് എന്ത്, പോളി അനിലിൻ, പോളി പൈറോൾ, അതേപോലെ പോളി അസറ്റൈലിൻ ഒക്കെ എന്താണ് നമ്മൾ കണ്ടക്ടിങ് പോളിമേഴ്സിന് എക്സാമ്പിൾസ് ആണ്. അപ്പൊ നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഫസ്റ്റ് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്താണ്, ഇൻട്രിൻസിക്കലി കണ്ടക്ടിങ് പോളിമർ. എന്താണ്, കണ്ടക്ടിങ് പോളിമേഴ്സിന്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ഇൻട്രിൻസിക്കലി കണ്ടക്ടിങ് പോളിമേഴ്സ്. അതുപോലെ തന്നെയാണ് എക്സ്ട്രിൻസിക്കലി കണ്ടക്ടിങ് പോളിമേഴ്സ്. നമ്മൾ കണ്ടക്ടിങ് പോളിമേഴ്സിനെ അത് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഒന്ന് ഇൻട്രിൻസിക്കലി കണ്ടക്ടിങ് പോളിമേഴ്സ്, രണ്ട് എക്സ്ട്രിൻസിക്കലി കണ്ടക്ടിങ് പോളിമേഴ്സ്. ഓക്കെ, ഇൻട്രിൻസിക്കലി കണ്ടക്ടിങ് പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, that have extension conjugation in the backbone which is responsible for conduction again conduction. Okay, എന്താണ്, നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സബ്സ്റ്റൻസിന് എന്താണ് കോൺജുഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോൺജുഗേഷൻ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോൺസിനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് എന്ത്, ഇൻട്രിൻസിക്കലി കണ്ടക്ടിങ് പോളിമേഴ്സ്. ഓക്കെ, അതിനെന്ത് ചെയ്യുന്നത്, അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു ടു, രണ്ടാക്കിയിട്ടുണ്ട്. അതാണ് കോൺജുഗേറ്റഡ് പൈ ഇലക്ട്രോൺ കണ്ടക്ടിങ് പോളിമറും ഡോപ്ഡ് കണ്ടക്ടിങ് പോളിമറും. എന്തൊക്കെയാണ്, കോൺജുഗേറ്റഡ് കണ്ടക്ടിങ് പോളിമർ, അതുപോലെ ഡോപ്ഡ് കണ്ടക്ടിങ് പോളിമർ. നോക്കാം, കോൺജുഗേറ്റഡ് പൈ ഇലക്ട്രോൺ കണ്ടക്ടിങ് പോളിമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്യാം. അതിനുള്ള ഒരു ഫസ്റ്റത്തെ എക്സാമ്പിൾ ആണ് നമ്മളെ പോളി അസറ്റൈലിന്റെ പ്രിപ്പറേഷൻ. ആ എക്സാമ്പിൾ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അതായത് പോളി അസറ്റൈലിന്റെ പ്രിപ്പറേഷൻ ആണ് ഇതിനൊരു എക്സാമ്പിൾ. നമ്മൾ എന്ത് വെച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് അഡീഷൻ പോളിമറൈസേഷൻ. എന്താണ്, അഡീഷൻ പോളിമറൈസേഷൻ മെത്തേഡ് വഴിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അഡീഷൻ പോളിമറൈസേഷൻ മെത്തേഡ് വഴി. ഓക്കെ, എന്താണ് ഫോം ചെയ്യുക, പോളി അസറ്റൈലിൻ. ഓക്കെ, പോളി അസറ്റൈലിൻ. ഇതാണ് നമ്മുടെ പോളി അസറ്റൈലിൻ. എന്ത്, പോളി അസറ്റൈലിൻ. ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇവിടെ എന്താണ്, ഈ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടല്ലോ, ഈ ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് എന്ത് ചെയ്യാം, കോൺജുഗേഷൻ സംഭവിച്ചു. ഓരോരുത്തർക്ക് അവരിങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകും. അതാണ് കോൺജുഗേഷൻ പൈ ഇലക്ട്രോൺ കണ്ടക്ടിങ് പോളിമർ. ഇത് പൈ ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, ഈ ഓവർലാപ്പ് ചെയ്ത് ഒന്നിന്റെ മുകളിൽ ട്രിപ്പിൾ ബോണ്ട് ആയി ഓവർലാപ്പ് ചെയ്ത് കിടക്കുകയാണല്ലോ. ആ ഓവർലാപ്പിംഗ് ഒഴിവാക്കി അവരെന്ത് ചെയ്യണം, കോൺജുഗേഷൻ സംഭവിക്കണം. ഡബിൾ ബോൺസിനൊക്കെ ബ്രേക്ക് ചെയ്യാം. ഈ ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇങ്ങോട്ട് ഓരോന്നിക്ക് പോവുക. അതാണ് കോൺജുഗേഷൻ. അപ്പൊ ഈ കോൺജുഗേഷൻ വഴിയാണ് എന്തുണ്ടാവുന്നത്, നമ്മുടെ പോളി അസറ്റൈലിൻ. ഇതാണ് കോൺജുഗേറ്റഡ് പൈ ഇലക്ട്രോൺ കണ്ടക്ടിങ് പോളിമേഴ്സിന് എക്സാമ്പിൾ. എന്താണ്, നമ്മൾ ആദ്യം എന്ത് ചെയ്തു, കണ്ടക്ടിങ് പോളിമേഴ്സിനെ രണ്ടാക്കി തിരിച്ചു. ഇൻട്രിൻസിക്കലി കണ്ടക്ടിങ് പോളിമറും എക്സ്ട്രിൻസിക്കലി കണ്ടക്ടിങ് പോളിമറും. ഇൻട്രിൻസിക്കലി കണ്ടക്ടിങ് പോളിമറിനെ പിന്നെ നമ്മൾ എന്താക്കി, രണ്ടാക്കി ക്ലാസിഫൈ ചെയ്തു. അതിൽ ഒന്നാണ് കോൺജുഗേറ്റഡ് പൈ ഇലക്ട്രോൺ കണ്ടക്ടിങ് പോളിമർ. അതിന്റെ എക്സാമ്പിൾ ആണ് എന്ത്, പോളി അസറ്റൈലിന്റെ അഡീഷൻ പോളിമറൈസേഷൻ. അവിടെ എന്താണ്, ഈ ട്രിപ്പിൾ ബോൺസിന്റെ ഓവർലാപ്പിംഗ് ഒഴിവാക്കി ഓരോന്നാക്കി കോൺജുഗേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് നമ്മൾ പറഞ്ഞു എന്താണ്, ഇൻട്രിൻസിക്കലി കണ്ടക്ടിങ് പോളിമേഴ്സിനെ രണ്ടാക്കി ക്ലാസിഫൈ ചെയ്തു. അതിൽ ഒന്നാണ് കോൺജുഗേറ്റഡ് പൈ ഇലക്ട്രോൺ കണ്ടക്ടിങ് പോളിമർ. രണ്ടാമത്തേതാണ് എന്ത്, ഡോപ്ഡ് കണ്ടക്ടിങ് പോളിമേഴ്സ്. ഡോപ്ഡ് കണ്ടക്ടിങ് പോളിമേഴ്സ് കുറച്ച് നല്ല ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് പി ഡോപ്പിങ്ങും എൻ ഡോപ്പിങ്ങും. അപ്പോൾ എന്താണ്, അതിനെ അഗെയിൻ ക്ലാസിഫൈ ചെയ്തു. അതാണ് പി ഡോപ്പിംഗ് ആൻഡ് എൻ ഡോപ്പിംഗ്. പി ഡോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. നമ്മൾ എന്തെടുത്തു, പോളി അസറ്റൈലിനെ നമ്മൾ എടുത്തു. ഓക്കെ, പോളി അസറ്റൈലിനെ എടുത്തിട്ട്
ഓക്കെ, ഇതാണ് നമ്മളെ പോളി അസറ്റൈലിൻ. ഓക്കെ, പോളി അസറ്റൈലിനെ എടുത്തു. എന്ത് ചെയ്തു? ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? ഈ ഡോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. എന്താണ്? ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് 1 ഇലക്ട്രോൺ റിലീസ് ചെയ്യും. ഓക്കെ, ഇത് ഈ പി ഡോപ്പിംഗ് നടക്കുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് ലൂയിസ് ആസിഡ്സ്. ലൂയിസ് ആസിഡ്സിന്റെ പ്രസൻസിലാണ് ഇത് നടക്കുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? FeCl3. FeCl3 പോലുള്ള ലൂയിസ് ആസിഡ്സിന്റെ പ്രസൻസിലാണ് എന്ത് നടക്കുക? പി ഡോപ്പിംഗ് നടക്കാം. അപ്പൊ നമ്മൾ ഇവിടെ ഓക്സിഡേഷൻ നടത്തുന്ന സമയത്ത് എന്തായി മാറും? ഇവിടെ നമ്മൾ ഓക്സിഡേഷൻ നടക്കുമ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോൺ റിലീസ് ആവും. അപ്പൊ ഇതെന്തായി മാറും? നോക്കാം. ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ റിലീസ് ആവുമല്ലോ. അപ്പൊ ഇലക്ട്രോൺ എന്താണ്? ഇവിടെ നിന്നാണ് റിലീസ് ആയിട്ടുള്ളത്. അപ്പൊ അത് ഇങ്ങനെ ആയിട്ട് മാറും. ഓക്കെ, ഇലക്ട്രോണ് റിലീസ് ആയിട്ട് ഇങ്ങനെ ആയി. അപ്പൊ എന്ത് ചെയ്യും? ഈ ഇലക്ട്രോൺ എന്ത് സംഭവിക്കും? ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഇത് ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യും. ആ സമയത്ത് അപ്പൊ ഇത് എന്തായി മാറും? നോക്കാം. അത് അങ്ങോട്ടേക്ക് വന്നിട്ട് ആ ബോണ്ട് അവിടെ ഫോം ചെയ്യും. ഡബിൾ ബോണ്ട് അവിടെ ഫോം ചെയ്യും. നോക്കാം. അവിടെ പിന്നെ തിരിച്ച് ബോണ്ട് വന്ന് ഇവിടെ എന്താവും? ഇതായിട്ട് മാറും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഡോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. ഡബിൾ ബോണ്ടിൽ എന്ത് നടക്കുക? ഈ എന്താണ്? ഒരു ഇലക്ട്രോൺ പോയിട്ട് ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവും. ഇനി ഇവിടുന്ന് ഇലക്ട്രോൺ പോയിട്ട് ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവും. അങ്ങനെ ഡബിൾ ബോണ്ട്സിന്റെ ഷിഫ്റ്റിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. അതായത് ഒരു ഇലക്ട്രോണെ റിലീസ് ചെയ്തിട്ട് ഡബിൾ ബോണ്ട്സ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യാം. ഇതിന് പറയുന്ന പേരാണ് പോളറോൺ മൂവ്മെന്റ്. എന്താണ്? പോളറോൺ മൂവ്മെന്റ്. പോളറോൺ മൂവ്മെന്റ് ഇതിന് പറയുന്നതാണ്. ഈ പി ഡോപ്പിംഗിന് പറയുന്ന പേരാണ് എന്ത്? പോളറോൺ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ്. പോളറോൺ മൂവ്മെന്റ്. ഇവിടെ എന്താണ്? ഓക്സിഡേഷൻ നടത്തിയിട്ട് എന്താണ്? ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്സിഡേഷൻ 1 ഇലക്ട്രോൺ റിലീസ് ചെയ്തിട്ട് ഡബിൾ ബോണ്ട്സ് അങ്ങോട്ട് ഇങ്ങനെ ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു ഇലക്ട്രോൺ ഇവിടെ റിലീസ് ആകുമ്പോൾ എന്ത് ചെയ്യും? ഈ ബോണ്ട് ഇങ്ങോട്ട് ഫോം ചെയ്യും. അതെന്ത്? ബാലൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് ഫോം ചെയ്യും. ഇവിടെ എന്ത് ചെയ്യും? അപ്പൊ ഇവിടെ എന്താവും? ഒരു ഇലക്ട്രോൺ കുറവായിരിക്കും. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഇത് ഇങ്ങോട്ടേക്ക് മാറും. അതങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന എന്താണ്? പ്രോസസ്സാണ് എന്ത്? പി ഡോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നെക്സ്റ്റ് ആണ് എൻ ഡോപ്പിംഗ്. അപ്പൊ എൻ ഡോപ്പിംഗ് എന്താ നോക്കാം. എൻ ഡോപ്പിംഗ്. ഓക്കെ, എന്താണ് എൻ ഡോപ്പിംഗ് നോക്കാം. ഓക്കെ, എൻ ഡോപ്പിംഗ് എന്താ നോക്കാം. എൻ ഡോപ്പിംഗിൽ എന്താണ്? നമ്മൾ ഈ പോളി അസിറ്റൈലിൻ വെച്ചിട്ട് തന്നെ ചെയ്യുന്നത്. ഓക്കെ, പോളി അസിറ്റൈലിൻ വെച്ചിട്ട് തന്നെ നമുക്ക് നോക്കാം. സെയിം സാധനം എടുത്തു. പക്ഷേ ഇവിടെ നടക്കുന്നത് എന്താന്ന് വെച്ചാൽ ഓക്സിഡേഷൻ അല്ല, അതിന് പകരം എന്താണ്? റിഡക്ഷൻ ആണ്. കാണിച്ചൊരു എക്സാമ്പിൾ വെച്ചിട്ട് കാണിക്കാം. ഇതാണ് നമ്മൾ പോളി അസിറ്റൈലിൻ. ഓക്കെ, ഈ പോളി അസിറ്റൈലിൻ നമ്മൾ എന്താണ്? പി ഡോപ്പിംഗ് ആയപ്പോൾ ഓക്സിഡേഷൻ ആയിരുന്നു. എൻ ഡോപ്പിംഗ് ആവുമ്പോഴോ ഇവിടെ എന്താ നടക്കുന്നത്? റിഡക്ഷൻ ആണ് നടക്കുന്നത്. എന്താണ്? റിഡക്ഷൻ. റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യാം. ഇവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ലൂയിസ് ബേസസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ലിഥിയം. ഓക്കെ, ലിഥിയം. അതുപോലെ തന്നെ സോഡിയം നാഫ്തലൈഡ്. സോഡിയം നാഫ്തലൈഡ് പോലെയുള്ള എന്ത്? സോഡിയം നാഫ്തലൈഡ്, ലിഥിയം പോലെയുള്ള ലൂയിസ് ബേസസ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ പോളി അസിറ്റൈലിൻ. ഇതിനെന്ത് ചെയ്യും? നമ്മൾ ഇതിലോട്ട് ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്യും. എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോണിനെ നമ്മൾ ആഡ് ചെയ്യും. ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. ഒരു ഇലക്ട്രോൺ റിലീസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്തു? പോസിറ്റീവ് ചാർജ് വന്നു. ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്യുമ്പോഴോ ഓപ്പോസിറ്റ് നെഗറ്റീവ് ചാർജ് വരും. നോക്കാം. ഒരു ഇലക്ട്രോൺ നമ്മൾ ആഡ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു? ആ സെയിം ഇവിടുന്നല്ലേ കഴിഞ്ഞ എന്താണ് ഇലക്ട്രോണിനെ കളഞ്ഞത്, അതേപോലെ നമ്മൾ ഇവിടെ അത് തന്നെ ചെയ്തത്. നമ്മൾ എൻ ഡോപ്പിംഗിൽ ചെയ്ത അതേ സെയിം സാധനം തന്നെ. പക്ഷെ പി ഡോപ്പിംഗിൽ ആകുമ്പോഴോ ഇലക്ട്രോണിനെ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇലക്ട്രോൺ പോയിട്ട് എന്തായി? അവിടെ ഒരു നെഗറ്റീവ് ചാർജ് വന്നു. മറ്റൊരുത്ത് പോസിറ്റീവ് ചാർജ് വന്നാൽ ഇവിടെ എന്ത് വന്നു? നെഗറ്റീവ് ചാർജ് വന്നു. ഓക്കെ, നമ്മൾ ഇലക്ട്രോണിനെ ആഡ് ചെയ്തു. ഇത് വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? ഒരു ഇലക്ട്രോണിനും കൂടി ആഡ് ചെയ്തു. +1 ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിനും കൂടി ആഡ് ചെയ്തപ്പോൾ എന്ത് വന്നു? +1 ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിനും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് ഇതെന്തായി മാറും? നോക്കാം. ഇവിടെയും എന്ത് നെഗറ്റീവ് ചാർജ് വന്നു, ഇവിടെയും നെഗറ്റീവ് ചാർജ് വന്നു. ഓക്കെ, ഒരു ഇലക്ട്രോണും കൂടി നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്താണ്? ചാർജ് ഓൾറെഡി ഇവിടെ എന്തുണ്ട്?
ചാർജ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഓൾറെഡി എന്തുണ്ട്, ഒരു ചാർജ് ഉണ്ട്, അത് താഴോട്ട് വരും. പിന്നെ ഇവിടെ ഒരു ചാർജും കൂടി എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്തു. ഒരു ഇലക്ട്രോൺ എന്താണ് ആഡ് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ ഒരു നെഗറ്റീവ് ചാർജും കൂടി വരും. ഇവിടെ എന്തുണ്ട്, ഒരു ചാർജും ഉണ്ടാവും. ഓക്കെ, ഇതിനെന്ത് ചെയ്തു, ഇവിടെ എന്ത് സംഭവിക്കും, അവിടെ ഷിഫ്റ്റ് ഉണ്ടായ പോലെ തന്നെ ഇവിടെ ഇത് ഇങ്ങോട്ടേക്കും ഷിഫ്റ്റ് ചെയ്യും. അവിടെ എന്താണ് പോസിറ്റീവ് ചാർജസ് ഷിഫ്റ്റ് ചെയ്യുന്ന പോലെ ഇവിടെ എന്ത് ചെയ്യും, നെഗറ്റീവ് ചാർജസ് എന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ എന്ത് ഫോം ചെയ്യും നോക്കാം. ഇവിടെ നെഗറ്റീവ് ഈ ചാർജ് ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ എന്താകും, നെഗറ്റീവ് ചാർജ് ആയി മാറും. അതുപോലെ തന്നെ ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോഴോ ഇവിടെ ഈ ബോണ്ട് ഫോം ചെയ്യും. ഇവിടുത്തെ ഈ ചാർജ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ നെഗറ്റീവ് ആയില്ലേ. അതായത് നോക്ക്, ഇവിടെ എന്താണ്, നെഗറ്റീവ് ചാർജ് ആണ്. ഓക്കെ, ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും, ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയിട്ട് ഇവിടെ ബോണ്ട് ഫോം ചെയ്യും. അപ്പൊ ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ നെഗറ്റീവ് ചാർജ് ഇവിടെ എത്തും. ഓക്കെ, അതാണ് ഇവിടെ നടന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, ഈ ചാർജ് ഇങ്ങോട്ടിട്ട് ഷിഫ്റ്റ് ആവും. ഈ ബോണ്ട് ഇവിടെ തന്നെ ഉണ്ടാവും. ഇതാണ് എന്ത്, നമ്മുടെ എൻ ഡോപ്പിങ്ങിൽ നടക്കുന്നത്. എൻ ഡോപ്പിങ്ങിൽ എങ്ങനെയാണ് ഒന്നുകൂടി കാണിച്ചു തരാം. അതായത് നമ്മുടെ ചാർജസ് എന്ത് ചെയ്യാണ്, ഇവിടെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചാർജ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആകുമ്പോൾ ഇവിടെ എന്താകും, ചാർജ് വരും. അതായത് എന്ത് ചെയ്യും, ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. അപ്പൊ ഇവിടുത്തെ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്യും, ചാർജ് വന്നു. ഓക്കെ, അതുപോലെ തന്നെ അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയില്ലേ, ആ ബോണ്ട് അവിടെ ഫോം ചെയ്യും. അതുപോലെ തന്നെ ഇത് എന്ത് ചെയ്യും, ഈ ചാർജ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആകുമ്പോൾ ഇവിടെ എന്ത് വരും, നെഗറ്റീവ് വരും. ഓക്കെ, നെഗറ്റീവ് വന്നു. അപ്പൊ നെക്സ്റ്റ് ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യും. ഇതാണ് എന്ത്, എൻ ഡോപ്പിംഗ്. എൻ ഡോപ്പിങ്ങിന് നമ്മളൊരു പേര് പറയും, അതാണ് പോളറാൻ മൂവ്മെന്റ്. എന്താണ്, പോളറാൻ മൂവ്മെന്റ്. ഓക്കെ, അവിടെ എന്താണ്, പോസിറ്റീവ് ഇലക്ട്രോൺസ് ആണ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത്, ഇവിടെ നെഗറ്റീവ് ഇലക്ട്രോൺസ് ആണ്. ഇവിടെ എന്താണ്, ഇലക്ട്രോൺസ് വഴി എന്താണ് ഡബിൾ ബോണ്ട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടേക്ക് നെഗറ്റീവ് ചാർജ് വരുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ നെഗറ്റീവ് ആവും. ഡബിൾ ബോണ്ട് എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവും. അപ്പൊ ഇവിടെയും എന്താണ്, ചാർജസ് ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഡബിൾ ബോണ്ട് എന്ത് ചെയ്യാണ്, ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എൻ ഡോപ്പിങ്ങിലും പി ഡോപ്പിങ്ങിലും എന്താണ്, ഷിഫ്റ്റിംഗ് ഓഫ് ഡബിൾ ബോണ്ട് ആണ് നടക്കുന്നത്. എൻ ഡോപ്പിംഗ് ആവുമ്പോൾ എന്താണ്, റിഡക്ഷൻ ആണ്, ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. പി ഡോപ്പിംഗ് ആവുമ്പോഴോ ഒരു ഇലക്ട്രോണെ റെഡ്യൂസ് ചെയ്യാണ്, ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. അപ്പൊ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യാണ്, ഇതിന്ന് റിലീസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്, എൻ ഡോപ്പിങ്ങും പി ഡോപ്പിങ്ങും. ഇതാണ് നമ്മുടെ എന്ത്, ഇൻട്രിൻസിക്കലി മെത്തേഡിലുള്ള ലാസ്റ്റ് ഡോപ്ഡ് കണ്ടക്ടിങ് മെറ്റീരിയൽസിന് രണ്ട് മെത്തേഡ് ഉണ്ട്, പി ഡോപ്പിങ്ങും എൻ ഡോപ്പിങ്ങും. അത് കഴിഞ്ഞു. ഇനി നമുക്ക് എക്സ്ട്രിൻസിക്കലി കണ്ടക്ടിങ് പോളിമേഴ്സ് നോക്കാം. എക്സ്ട്രിൻസിക്കലി കണ്ടക്ടിങ് പോളിമേഴ്സ് ആണ് എന്ത്, ദേ ആർ കണ്ടക്ടിങ് പോളിമേഴ്സ് ഹൂസ് കണ്ടക്ടിവിറ്റി ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എക്സ്റ്റേണലി ആഡഡ് ഇൻഗ്രീഡിയൻസ്. ഒരു എക്സ്റ്റേണൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ആ പോളിമേഴ്സിന്റെ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യാം, ഇൻക്രീസ് ചെയ്യാം. ഒരു എക്സ്റ്റേണൽ സബ്സ്റ്റൻസ് എന്ത് ചെയ്യാം, നമ്മള് പോളിമർക്ക് ആഡ് ചെയ്യും. അത് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അതിന്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതാണ് എന്ത്, എക്സ്ട്രിൻസിക്കലി കണ്ടക്ടിങ് പോളിമേഴ്സ്. ഇൻട്രിൻസിക്കലിയിലോ നമ്മൾ ഡബിൾ ബോണ്ടിൽ വരുന്ന ഷിഫ്റ്റ് ആണ്. പി ഡോപ്പിംഗിൽ കണ്ടില്ലേ, എന്താണ്, ഓക്സിഡേഷൻ നടന്ന ഒരു ഇലക്ട്രോൺ റിലീസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ഡബിൾ ബോണ്ട്സ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രോൺസിനനുസരിച്ച് ഡബിൾ ബോണ്ട് എന്ത് ചെയ്യാണ്, ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ ഡോപ്പിംഗ് വരുമ്പോഴോ ഒരു ഇലക്ട്രോണിനെ നമ്മൾ ആഡ് ചെയ്യാണ്, റിഡക്ഷൻ സംഭവിച്ചിട്ട് എന്ത് ചെയ്യണം, അവിടെ എന്താ ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എൻ ഡോപ്പിംഗ്. അപ്പൊ അതാണ് എക്സ്ട്രിൻസിക്കലി കണ്ടക്ടിങ് പോളിമർ ആകുമ്പോഴോ എക്സ്റ്റേണൽ ഏജന്റ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്നാണ് കണ്ടക്റ്റീവ് എലമെന്റ് ഫിൽഡ് പോളിമർ, രണ്ടാമത്തത് ബ്ലെൻഡഡ് കണ്ടക്ടിങ് പോളിമർ. കണ്ടക്ടിങ് എലമെന്റ് ഫിൽഡ് പോളിമർ എന്ന് പറഞ്ഞാൽ ദിസ് ടൈപ്പ് ഈസ് യൂസ്ഡ് ഇൻ കമ്പ്യൂട്ടർ കീബോർഡ്സ്. അതായത് എന്താണ്, ഒരു കണ്ടക്ടിങ് പോളിമർക്ക് അനദർ കണ്ടക്ടിങ് മെറ്റീരിയൽസ് ആഡ് ചെയ്തിട്ട് അതിന്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്താണ് എന്ത്, കണ്ടക്റ്റീവ് എലമെന്റ് ഫിൽഡ് പോളിമർ. ഒരു കണ്ടക്റ്റീവ് എലമെന്റ് എന്ത് ചെയ്യാണ്, പോളിമറിൽ ഫിൽ ചെയ്യാണ്. ബ്ലെൻഡഡ് കണ്ടക്ടിങ് പോളിമർ എന്ന് പറഞ്ഞാലോ അവരെന്ത് ചെയ്യാണ്, വേറെ ഒരു പോളിമർ വെച്ചിട്ട് ഇതിനെ ബ്ലെൻഡ് ചെയ്യാൻ, രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് അതിന്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക. ദേ ഹാവ് ബെറ്റർ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്. അവർക്ക് ഫിസിക്കലും കെമിക്കൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഇൻക്രീസ് ചെയ്യും. ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കണ്ടക്ടിങ് പോളിമേഴ്സ്. കണ്ടക്ടിങ് പോളിമേഴ്സിനെ ഫസ്റ്റ് നമ്മൾ ഒന്നുകൂടി നോക്കാം. ഇൻട്രിൻസിക്കലി കണ്ടക്ടിങ് പോളിമേഴ്സ് ആക്കിയിട്ടുണ്ട്. ഇൻട്രിൻസിക്കലി കണ്ടക്ടിങ് പോളിമേഴ്സിന്റെ ഫസ്റ്റത്തെ അതിനെ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്തു എന്ത്, കോൺജുഗേറ്റഡ് പൈ ഇലക്ട്രോൺ കണ്ടക്ടിങ് പോളിമർ. അതിന് എക്സാമ്പിൾ ആണ് പോളിഅസിറ്റൈലിൻ.
പിന്നെ രണ്ടാമത് ക്ലാസിഫൈ ചെയ്തതാണ് ഡോപ്ഡ് കണ്ടക്ടിങ് പോളിമേഴ്സ്. ഈ ഡോപ്ഡ് കണ്ടക്ടിങ് പോളിമേഴ്സിൽ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തു പി ഡോപ്പിംഗ് ആൻഡ് എൻ ഡോപ്പിംഗ്. പി ഡോപ്പിംഗ് എന്ന് പറഞ്ഞാലോ അതൊരു ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്, അതുപോലെ അവിടെ ഒരു ഇലക്ട്രോൺ റിലീസ് ചെയ്യണം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലൂയിസ് ആസിഡ് ആയിട്ടുള്ള FeCl3 ആണ്. ഇവിടെ കണ്ടില്ലേ ഒരു ഇലക്ട്രോൺ റിലീസ് ചെയ്തിട്ട് എന്താണ് ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടിട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഈ ചാർജ് എന്ത് ചെയ്യാണ് ഇങ്ങോട്ടോട്ട് ഷിഫ്റ്റ് ചെയ്യാണ് ഇവിടെ നടക്കുന്നത്. ഇതെന്താണ് ഒരു പോളറോൺ മൂവ്മെന്റ് ആണ്. ഇനി നെക്സ്റ്റ് ആണ് എൻ ഡോപ്പിംഗ്. എൻ ഡോപ്പിംഗിൽ എന്താ നടക്കുന്നത് റിഡക്ഷൻ, ഒരു ഇലക്ട്രോണ് ആഡ് ചെയ്യണം, അഡീഷൻ ഓഫ് ഇലക്ട്രോൺ ആണ് നടക്കുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്നത് ലിഥിയം സോഡിയം നാഫ്തലൈറ്റ് പോലെയുള്ള എന്ത് ലൂയിസ് ബേസസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ കണ്ടില്ല ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും നെഗറ്റീവ് ചാർജ് വരും. ആ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും, പിന്നെ നമ്മൾ ഒരു ഇലക്ട്രോൺ 2 ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ 2 നെഗറ്റീവ് ചാർജ് വരുമ്പോൾ ആ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ടോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഡബിൾ ബോണ്ട് എന്ത് ചെയ്യാണ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാണ്. അപ്പൊ ഡബിൾ ബോണ്ടും ഇലക്ട്രോൺസും തമ്മിലുള്ള ഷിഫ്റ്റിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഇതിനെന്താ പറയാ പോളറാൺ മൂവ്മെന്റ്. പിന്നെ നെക്സ്റ്റ് മെത്തേഡ് ആണ് എക്സ്ട്രിൻസിക്കലി കണ്ടക്ടിങ് പോളിമേഴ്സ്. അപ്പൊ എന്താണ് എക്സ്റ്റേണൽ ഏജൻസ് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ് പോളിമേഴ്സിന്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാം. അതിന് 2 മെത്തേഡ്സ് ഉണ്ട്, എന്ത് കണ്ടക്റ്റീവ് എലമെന്റ് ഫീൽഡ് പോളിമറും ബ്ലെൻഡഡ് കണ്ടക്ടിങ് പോളിമേഴ്സ്. ഇതാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് കണ്ടക്ടിങ് പോളിമേഴ്സ്. ഏകദേശം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ സെഷനിൽ എടുക്കാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ സെഷൻ. താങ്ക് യു.